ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള അവൽ മിൽക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഞാൻ ഇതിന് മുന്നേ അവൽ മിൽക്കിൻ്റെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതെല്ലാവരും ഒന്ന് കയറി കാണാം. ഇതൊരു സ്പെഷ്യൽ അവൽ മിൽക്കാണ് കേട്ടോ. അവൽ മിൽക്ക് എപ്പോഴും നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ വയറും നിറയ്ക്കും, അതുപോലെ നമ്മുടെ മനസ്സും നിറയ്ക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അവൽ മിൽക്ക് ഉണ്ടാക്കാനായിട്ട് എപ്പോഴും നമുക്ക് മെയിനായിട്ട് വേണ്ടത് മൈസൂർ പഴമാണ്. അപ്പോൾ ഞാനിവിടെ 5 എണ്ണം എടുത്തിട്ടുണ്ട്. പാളയംകുടം പഴം, ചെറുപഴം എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഒരു പഴം നമ്മൾ സ്കിപ്പ് ചെയ്യാതെ ഇത് തന്നെ എടുക്കുക കേട്ടോ. പിന്നെ ഞാനിത് നന്നായിട്ട് കയ്യിൽ കൊണ്ട് ഉടച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ മിക്സഡ് ജാറിലൊന്നും അരച്ചെടുക്കണ അത്ര ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മളെപ്പോഴും കയ്യിൽ കൊണ്ടൊക്കെ ഉടച്ചെടുക്കുക. ഇനി ഞാനൊരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കരിക്കിൻ്റെ കാമ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. നമ്മൾ എത്രയും ചേർത്ത് കൊടുക്കുന്ന അത്രയും നമുക്ക് ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും. അപ്പോൾ അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. പിന്നെ ഇതിലോട്ട് ചേർക്കേണ്ടത് കരിക്കും വെള്ളമാണ്. അതും നമുക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് അങ്ങ് പേസ്റ്റ് ആക്കണമെന്നില്ല കേട്ടോ. ഇനി ഞാനൊരു 2 കപ്പ് കട്ട പാൽ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ശരിക്കും ഉടച്ചിട്ടാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ ആദ്യമേ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു മൈസൂർ പഴം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് വേണ്ടത് നമ്മൾ കരിക്കിൻ്റെ പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് അതുപോലെ തന്നെ പഴവും പാലും പാൽപ്പൊടിയൊക്കെ മിക്സ് ആവണം. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആദ്യം തന്നെ ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ഭാഗം മിക്സ് ചേർത്തതിന് ശേഷം നമുക്ക് അവൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/4 ഭാഗം അവലും ചേർത്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് 1/4 ഭാഗം പീനട്ട് കപ്പലണ്ടിയും കൂടെയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ കപ്പലണ്ടി നമ്മൾ വറുത്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കപ്പലണ്ടി നമ്മൾ അവൽ മിൽക്കിൽ സ്കിപ്പ് ചെയ്യരുത്, മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ അത്. അപ്പോൾ ഇനി കപ്പലണ്ടീൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ചും കൂടെയും ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഐസ്ക്രീമും കൂടെ വെച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ വാനില ഐസ്ക്രീമാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഐസ്ക്രീം ഞാൻ ഒന്ന് സ്പെഷ്യലാവാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സും അതുപോലെ തന്നെ ടൂട്ടി ഫ്രൂട്ടി നമുക്കിഷ്ടമുള്ളതൊക്കെ വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇനി ഇതുപോലുള്ള റെസിപ്പികളൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ഓക്കെ, ബൈ. താങ്ക് യു.